മഴ തോരും മുൻപേലെ പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ബാലചന്ദ്രനും അലീനയും കൂടെ സ്റ്റാൻലിയുടെ വീട്ടിലെത്തുകയാണ്. ബാലചന്ദ്രനെ കണ്ടോടനെ ആൻ്റപ്പൻ ഓടിച്ചെന്ന് സ്റ്റാൻലി അടുത്ത് പറയുന്നുണ്ട്, ആ പാലക്കാരൻ വന്നിട്ടുണ്ടെന്ന് പറയാണ്. അവരെ വിളിച്ചുകൊണ്ട് വരാൻ സ്റ്റാൻലി പറയാണ്. അങ്ങനെ ആൻ്റപ്പൻ പുറത്തോട്ട് ചെല്ലുന്നു. അപ്പം അകത്ത് നിൽക്കുന്ന പട്ടികളെല്ലാം ഓടി പുറത്തോട്ട് വരികയാണ്. പെട്ടെന്ന് ബാലചന്ദ്രൻ അലീനയുടെ കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിക്കുകയാണ്. അപ്പോഴത്തേക്ക് പട്ടികളെല്ലാം ഓടി അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അടുത്ത് വന്നിട്ട് എല്ലാം അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ഒന്നും ചെയ്യുന്നില്ല, കുരയ്ക്കൊന്നും ചെയ്യാതെ അവിടെ തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. ഇത് കാണുമ്പോൾ ആൻ്റപ്പനും ഞെട്ടുന്നുണ്ട്. അന്നേരം ഉടനെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, സ്റ്റാൻലിയില്ലേ? കേണൽ സാബ് അകത്തുണ്ട്, വാ, നിങ്ങളെയും കാത്തിരിക്കുകയാണെന്ന് ആൻ്റപ്പൻ പറയുന്നുണ്ട്. അങ്ങനെ അവരെയും വിളിച്ചുകൊണ്ട് ആൻ്റപ്പൻ അകത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഭയങ്കര ഭയത്തോടെയും വിഷമത്തോടെയും ഒക്കെ അലീന ആ വീടിൻ്റെ പടി ചവിട്ടുകയാണ്. അപ്പം നല്ല വിഷമമുണ്ട്, ഒരു താല്പര്യമില്ലാതെയാണ് വരുന്നത്. പുതിയ പ്രശ്നത്തിലേക്കാണ് താൻ വരുന്നത് എന്ന് പേടിച്ചാണ് അലീന അങ്ങോട്ട് വരുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറുമ്പം അകത്ത് സ്റ്റാൻലി ആണെങ്കിൽ പൗലോസിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇന്ന് മുതൽ എൻ്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും മാത്രം നോക്കിയാൽ പോരാ, ഇനി പഴയതുപോലല്ല, ഇനി മറ്റൊരാളുടെ കാര്യം കൂടെ നോക്കണമെന്ന് പൗലോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് സ്റ്റാൻലി തിരിഞ്ഞു നോക്കുമ്പം ബാലചന്ദ്രനും അലീനയാണെങ്കിൽ സ്റ്റാൻലി കാണുമ്പോൾ തന്നെ ഞെട്ടുന്നുണ്ട്. കാരണം ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആകപ്പാടെ സംശയത്തിൽ ഇങ്ങനെ ഓർത്ത് നോക്കുകയാണ്. കുറച്ച് ദിവസം മുമ്പ് വീട്ടിൽ നെടുമ്പുരയ്ക്കലിൽ സ്റ്റാൻലി വന്നായിരുന്നു. ആ കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ്. ചായ കൊണ്ടു കൊടുത്തതും അങ്ങനെ സ്റ്റാൻലി തന്നെ നോക്കിയിരുന്നതൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അലീന. ആലോചിക്കുമ്പോഴത്തേക്ക് കണ്ണും നിറയുന്നുണ്ട്. എന്നിട്ട് ഭയങ്കര ദയനീയമായിട്ട് ബാലചന്ദ്രനെ ഇങ്ങനെ നോക്കുന്നുണ്ട്, കണ്ണും നിറഞ്ഞുണ്ട്. അപ്പം ബാലചന്ദ്രനും അതേപോലെ അലീനയെ നോക്കുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ ഇങ്ങനെ തലയാട്ടുന്നുണ്ട്. ഇതാണ് നിൻ്റെ അച്ഛൻ എന്ന രീതിയിൽ തലയാട്ടുന്നുണ്ട്. അങ്ങനെ കണ്ണ് നിറയോടെ സ്റ്റാൻലിയെ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ബാലചന്ദ്രനും അലീനയും കൂടെ അകത്തേക്ക് ചെല്ലിയാണ്. ഇവരെ കണ്ടുകൊണ്ട് സ്റ്റാൻലിയും അലീനയുടെ അടുത്തോട്ട് വരുന്നുണ്ട്. എൻ്റെ മകളെ കണ്ടൊരു സന്തോഷം സ്റ്റാൻലിയുടെ മുഖത്തുമുണ്ട്. അപ്പോൾ സ്റ്റാൻലി ബാലചന്ദ്രനെ ഷേക്ക് കൊടുത്തിട്ട്, ഹായ് ബാലചന്ദ്ര, ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഐ ആം ഫൈൻ, ഇങ്ങോട്ട് എത്താൻ കുറച്ച് താമസിച്ചെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അപ്പം സ്റ്റാൻലി പറയാണ്, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല, അതൊന്നും ഇവിടെ വലിയ പ്രശ്നമല്ലെന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. അതിനുശേഷം അലീനയെ നോക്കുന്നുണ്ട്. സ്റ്റാൻലി നോക്കിയതിന് ശേഷം ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ ഒരുങ്ങുന്നുണ്ട്. ഹായ് അലീന എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അലീനയൊന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് കണ്ണുകൊണ്ട് സ്റ്റാൻലി ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ബാലചന്ദ്രൻ ഇങ്ങനെ സ്റ്റാൻലിയെ കൈ കൊടുക്കാൻ വേണ്ടി തലയാട്ടി കാണിക്കാൻ. അപ്പോഴത്തേക്ക് സ്റ്റാൻലിയുടെ കയ്യിലിങ്ങനെ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട് അലീനയും. അപ്പം അലീനയ്ക്കാണെങ്കിൽ നന്നായിട്ട് സങ്കടമൊക്കെ വരുന്നുണ്ട്. തൻ്റെ പപ്പയെ ആദ്യമായിട്ട് കാണുമല്ലേ, ഇതിലൊക്കെ നല്ല സന്തോഷവും ഉണ്ട്, അതുപോലെ സങ്കടവും ഉണ്ട്. അങ്ങനെ സ്റ്റാൻലി ബാലചന്ദ്രൻ്റെ അടുത്ത് അലീനയുടെ അടുത്ത് ഇരിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ അവരവിടെ ഇരിക്കുകയാണ്. ഇരുന്നതിന് ശേഷം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞങ്ങൾ ഇച്ചിരി ലേറ്റായിട്ട് ഇറങ്ങി, അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത്. വരുന്ന വഴിയിൽ കാര്യങ്ങളെല്ലാം അലീനയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം. അപ്പം ആ സ്റ്റാൻലി ഇങ്ങനെ ദയനീയമായി അലീനയെ നോക്കുന്നുണ്ട്. അവളോട് ഞാൻ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് കേൾക്കുമ്പോൾ സ്റ്റാൻലി ആണെങ്കിൽ എൻ്റെ വിഷമത്തോടെ വീണ്ടും അലീനയും നോക്കുന്നുണ്ട്. അലീന ഒന്നും പറയാതെ കണ്ണ് നിറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ മോളെ നന്നായിട്ട് നോക്കണം, അവളെ ഒരു തരത്തിലും വിഷമിപ്പിക്കല്ലേ, അവിടെ കണ്ണ് നിറയാൻ ഇടവരില്ലെന്ന് ബാലചന്ദ്രൻ സ്റ്റാൻലി അടുത്ത് പറയുന്നുണ്ട്. അപ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, ഇല്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല. അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇപ്പോഴൊക്കെ ഇതൊക്കെ പറയുന്നുണ്ട്, പക്ഷേ താങ്കൾക്കൊരു കുടുംബം ഉണ്ടാകുമല്ലോ, അതിൽ മക്കളുണ്ടാവുമല്ലോ, ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ വരാനിരിക്കുന്നതൊന്നും ഞാൻ ചിന്തിക്കുന്നതുമില്ല, ഞാൻ ചോദിക്കുന്നുമില്ല, അതൊക്കെ താങ്കളുടെ കാര്യം. ഇനി എന്ത് വന്നാലും അലീനയ്ക്കൊരു വിഷമം ഉണ്ടാവാൻ പാടില്ല, അവളുടെ കണ്ണ് നിറയാൻ പാടില്ല എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അപ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, താങ്കൾ പറഞ്ഞത് ശരിയാണ്, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് ചോദ്യത്തിന് ഉത്തരം പറയണം, പലരും ചോദ്യവുമായിട്ട് വരും, അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ അലീനെ ഞാൻ ഏറ്റെടുത്തത് എൻ്റെ ഉറച്ച തീരുമാനമാണ്. ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും ആ തീരുമാനത്തിനൊരു മാറ്റവുമില്ല, അതുകൊണ്ട് അലീനയ്ക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ലെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലി പറയുന്നതൊക്കെ അലീന ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം കാര്യങ്ങൾ ഇവിടെയും കുറച്ച് പ്രശ്നമാണെന്ന് അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. സ്റ്റാൻലിക്ക് വേറെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടാവുമെന്നും നെടുമ്പുരയ്ക്കൽ പോലെ പല പ്രശ്നങ്ങളും ഇവിടെയും ഉണ്ടാവും എന്നൊരു തോന്നൽ അലീനയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പം അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ അതിൽക്കൊക്കെ വലിയ പ്രശ്നമാണെന്ന് അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. സമയത്ത് കിച്ചണിൽ പൗലോസും ആൻ്റപ്പനും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. പൗലോസ് ചോദിക്കുന്നുണ്ട്, ആരാ ആൻ്റപ്പ
അപ്പോഴേട്ടാ ആ വന്ന പെൺകുട്ടി ആരാന്ന് ചോദിക്കുകയാണ്. അതൊന്നും എനിക്കറിയത്തില്ല. ആ പാലക്കാരൻ അന്ന് വന്ന് എന്തൊക്കെയോ പറഞ്ഞതിന് ശേഷം കേണൽ സാബിന് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ ഭയങ്കര കുടിയുമായിരുന്നു. എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് നമുക്ക് അന്നേ തോന്നിയതല്ലയോ. പൗലോസിൻ്റെ അടുത്ത് അതിൻ്റെ ഒപ്പം പറയുന്നുണ്ട്, അത് നീ പറഞ്ഞത് ശരിയാണ്. ഇപ്പം ആ വന്ന പെൺകുട്ടി, ആ പെൺകുട്ടി നമ്മുടെ സാറിൻ്റെ കേണൽ സാറിൻ്റെ മൂത്ത മകൾ ടാനിയെ പോലെ ഇരിപ്പുണ്ടെന്ന് പറയാണ്. അതിൻ്റെ ഒരു ചെറിയ കട്ടൊക്കെ ഉണ്ടെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ പൗലോസ് ചോദിക്കുന്നുണ്ട്, ഇനി കേണൽ സാബിൻ്റെ മകളെങ്ങാണോ ആണോ ഇതെന്ന് ചോദിക്കുകയാണ് പൗലോസ്. അപ്പോൾ അതിൻ്റെ ഒപ്പം പറയാണ്, നീ മിണ്ടാതിരുന്ന കേണൽ സാബ് ഇതൊന്നും കേൾക്കണ്ട, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട, പിന്നെ നിൻ്റെ ഉള്ള ജോലിയും കൂടെ കേണൽ സാബ് എടുത്ത് കളയുമെന്ന് അതിൻ്റെ ഒപ്പം പറയുന്നുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, ഞാനൊന്നും പറയാൻ പോകുന്നില്ല, പിന്നെ എൻ്റെ ഒരു സംശയം പറഞ്ഞതേ ഉള്ളൂ. അന്ന് പാലക്കാരൻ വന്നതിന് ശേഷം കേണൽ സാബിന് ഒരു ഇരിപ്പ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. വീണ്ടും പാലക്കാരൻ വന്നപ്പോൾ ഒരു പെൺകുട്ടിയുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് എൻ്റെ സംശയം പറഞ്ഞതേ ഉള്ളെന്ന് ആൻ്റപ്പൻ്റെ അടുത്ത് പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ ആൻ്റപ്പൻ പറയുന്നുണ്ട്, എന്തായാലും നിൻ്റെ സംശയവും അതെല്ലാം നിൻ്റെ മനസ്സിൽ മാത്രം വെച്ചിരുന്നാൽ മതി, പുറത്തോട്ട് ആരോടും പറയാനും നിൽക്കണ്ട, ചോദിക്കാനും നിൽക്കണ്ടെന്ന് ആൻ്റപ്പൻ പറയുന്നുണ്ട്. കേണൽ സാബ് പറഞ്ഞ വിഭവങ്ങളെല്ലാം റെഡിയായെന്ന് ആൻ്റപ്പൻ ചോദിക്കുന്നുണ്ട്. എല്ലാം റെഡി ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് സ്റ്റാൻലി ബാലചന്ദ്രനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആഹാരം കഴിച്ചിട്ടൊക്കെ പോകാം, ഇനി കുറേ ദൂരം യാത്ര ചെയ്യാനുള്ളിൽ ആഹാരമൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് സ്റ്റാൻലി ബാലചന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എല്ലാം റെഡി ആയിട്ടുണ്ടെന്ന് പറയണം. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് ആഹാരമൊന്നും വേണ്ട, നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാനൊന്നുമല്ല ഞാൻ വന്നത്, എനിക്ക് ഇവളെ അലീനെ ഇവിടെ കൊണ്ടാക്കണമെന്നുണ്ടായിരുന്നു, കൊണ്ടാക്കി ഇനി ഞാൻ തിരിച്ചു പോവുകയാണ്, നിങ്ങളുടെ സൽക്കാരം സ്വീകരിച്ച് ഇവിടെ നിൽക്കാനുള്ള മനസ്സൊന്നും എനിക്കില്ല എന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പം ഇണീച്ച ബാലചന്ദ്രൻ സ്റ്റാൻലി അടുത്ത് പറയുകയാണ്, ഇവൾ ഇമോഷൻസ് കൂടുതലുള്ള ആളാണ്, അതുകൊണ്ട് ഇവളെ സ്നേഹം കാണിച്ച് പറ്റിക്കാനൊന്നും നോക്കല്, കള്ളത്തരമാണോ അഭിനയമാണോ എന്നൊക്കെ അവൾക്ക് മനസ്സിലാവുമെന്ന് ബാലചന്ദ്രൻ സ്റ്റാൻലി അടുത്ത് പറയുന്നുണ്ട്. സ്റ്റാൻലി തിരിച്ചു പറയുന്നുണ്ട്, അതെനിക്കറിയാം ബാലചന്ദ്രൻ, എൻ്റെ കയ്യിൽ ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്നു, ഒരുപാട് ഞാൻ കൊടുത്തിട്ടുമുണ്ട്, ഒരുപാട് കിട്ടിയിട്ടുമുണ്ട്, പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴോ ഇതൊക്കെ നഷ്ടപ്പെട്ട് എന്ന് ഭയങ്കര സങ്കടത്തോടെ പറയാണ്. ഇത് കേൾക്കുന്ന അലീനയ്ക്ക് നല്ല വിഷമമുണ്ട്, കണ്ണ് നിറഞ്ഞ് ഇതൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. ബാലചന്ദ്രന് അത് കേൾക്കുമ്പോൾ ഒരു വിഷമം വരുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇറങ്ങുക സ്റ്റാൻലി എന്ന് പറയാണ്. ആ സമയത്ത് പെട്ടെന്ന് അലീനയാണെങ്കിൽ ബാലചന്ദ്രൻ്റെ കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിക്കുകയാണ്. തന്നെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്ന പോലെ അലീനയ്ക്ക് ഒരു തോന്നലുണ്ടാവുന്നു. പെട്ടെന്ന് ബാലചന്ദ്രൻ്റെ കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിക്കുകയാണ്. അച്ഛാ. അപ്പം ബാലചന്ദ്രന് നല്ല വിഷമം വരുന്നുണ്ട്. സ്റ്റാൻലി അടുത്ത് പറയാണ്, എൻ്റെ മോളെ ഇവിടെ തന്നിട്ട് പോവുകയാണ്, അവൾക്ക് ഒരു തരത്തിൽ ഒരു വിഷമം ഉണ്ടാവല്, ഒരു സങ്കടം ഉണ്ടാവല്, നിങ്ങൾക്ക് വേണ്ടാന്ന് എപ്പോൾ തോന്നിയാലും എന്നെ വിളിച്ചേക്കണം, ഞാൻ എൻ്റെ മോളെ കൊണ്ടുപോയിക്കോളാം എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് സ്റ്റാൻലിക്കും അതുപോലെ അലീനയ്ക്കും നല്ല വിഷമം വരുന്നുണ്ട്. അങ്ങനെ യാത്ര പറഞ്ഞിറങ്ങുവാണ് ബാലചന്ദ്രൻ. യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പം അലീനയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. അലീനെ പെട്ടെന്ന് ഒറ്റപ്പെട്ടു പോകുന്ന പോലെ തോന്നുന്നുണ്ട്. അലീന ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുകയാണ്. ഇതൊക്കെ കണ്ട് സ്റ്റാൻലി ഇങ്ങനെ നിൽക്കുകയാണ്. അച്ഛാ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പം സ്റ്റാൻലിക്ക് അത് കേൾക്കുമ്പോൾ നല്ല വിഷമം വരുന്നുണ്ട്. ബാലചന്ദ്രനും അലീനയും തമ്മിൽ അത്രയും അടുപ്പാണെന്ന് സ്റ്റാൻലിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ അലീനയോടും സ്റ്റാൻലിയോടും യാത്ര പറഞ്ഞ് അവിടുന്ന് ഇറങ്ങിയാണ്. സങ്കടം സഹിക്കാൻ വയ്യാതെയാണ് ബാലചന്ദ്രൻ അവിടുന്ന് ഇറങ്ങുന്നത്. അപ്പോൾ സ്റ്റാൻലി ആണെങ്കിൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാറിൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് അലീന പുറകെ വരുന്നുണ്ട്. പുറകെ വന്ന് അച്ഛാ എന്ന് വിളിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ അലീനയെ നോക്കിയിട്ട് ചോദിക്കണം, എന്താ മോളെ എന്ന് ചോദിക്കണം. അച്ഛാ, ഞാനിവിടെ നിൽക്കണോ, നമുക്ക് ഇവിടുന്ന് പോകാം, വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോയാൽ പോരെ എന്ന് ചോദിക്കുകയാണ്. അതെന്താ, ഇവിടെ ഇല്ലേ മോക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥലമെന്ന് അച്ഛന് തോന്നിയത്, ഇവിടെ നിൽക്കുന്നേ നല്ലതെന്ന് പറയാണ്. അപ്പോൾ അലീന പറയാണ്, ഒരച്ഛന് മകളാണെന്ന് അംഗീകരിക്കാൻ എന്തൊക്കെ തെളിവുകൾ വേണം, എന്തൊക്കെ സാഹചര്യങ്ങൾ വേണം, പക്ഷേ ഇതൊന്നും ഇല്ലാതല്ലേ എൻ്റെ അച്ഛൻ സ്നേഹിച്ചത്, എന്നെ അംഗീകരിച്ചത്. ഇപ്പം എന്നെ ആ വീട്ടിൽ നിന്ന് പുറത്ത് പോകണമെന്നും പറഞ്ഞ് എല്ലാവരും വാശി പിടിച്ചപ്പം എനിക്ക് ഏറ്റവും സുരക്ഷിതമെന്ന് തോന്നിയ സ്ഥലത്ത് അച്ഛൻ എന്നെ കൊണ്ടെത്തിച്ച്, ഇതുപോലൊരു അച്ഛൻ എനിക്ക് എവിടുന്ന് കിട്ടും എന്ന് പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ്റെ ഭയങ്കര സങ്കടത്തോടെ കണ്ണ് നിറയുന്നുണ്ട്. എന്നെ ഞാൻ ഉപേക്ഷിച്ച് പോവുകയല്ല, നീയല്ലേ നിർബന്ധം പിടിച്ചത് അവിടുന്ന് പോരണോന്ന്, അതുകൊണ്ട് മാത്രം ഞാൻ അതിന് സമ്മതിച്ചത്, അല്ലാതെ നിന്നെ അവിടുന്ന് ഞാനായിട്ട് പോകണമെന്ന് എനിക്ക് താല്പര്യമില്ലായിരുന്നു, മാത്രവുമല്ല നിന്നെ ഞാൻ ഉപേക്ഷിച്ചതല്ല എന്ന് ബാലചന്ദ്രൻ പറയാണ്. നീ എന്നും എൻ്റെ മാനസപുത്രിയായിരിക്കും എന്ന് തലയിൽ ഇങ്ങനെ തടവിക്കൊണ്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ അലീനയ്ക്ക് നല്ല വിഷമം വരുന്നുണ്ട്, കണ്ണ് നിറയുന്നുണ്ട്. അച്ഛൻ പോട്ടെ, എന്താവശ്യം ഉണ്ടെങ്കിലും മോളെന്നെ വിളിക്കണം, എന്ത് സങ്കടം ഉണ്ടായാലും മോളെന്നെ വിളിച്ച് പറയണം, ഇവിടെ നിനക്ക് നിൽക്കാൻ വയ്യാന്ന് എപ്പോൾ തോന്നുന്നു അപ്പോഴേ എന്നെ വിളിക്കണം, ഞാൻ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അലീനയ്ക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രനാണെങ്കിൽ അലീനയോട് യാത്ര പറഞ്ഞ് കാറിൽ കയറുകയാണ്. അലീനയെ ആണെങ്കിൽ സങ്കടത്തോടെ പൊട്ടിക്കരയാണ്. ബാലചന്ദ്രന് അതേപോലെ കണ്ണൊക്കെ നിറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ
ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. അലീന ഒറ്റപ്പെട്ടു പോയതുപോലെ ആ വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഇവിടെ നിന്ന് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുകയാണെന്ന് അലീനയ്ക്ക് വ്യക്തമായിട്ട് അറിയാം. തൻ്റെ ജീവിതത്തിലേക്ക് പുതിയ പ്രശ്നങ്ങൾ വരികയാണെന്നും അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അലീനയുടെ ജീവിതം വീണ്ടും പുതിയ പ്രശ്നത്തിലേക്ക് വഴിത്തിരിവാവുകയാണ്.